ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ വാങ്ങിപ്പോയ വൈദികരെയും പരിശുദ്ധ സഭ അനുസ്മരിക്കുന്ന ഞായറാഴ്ചയാണല്ലോ ഇന്ന്. വലിയ നോയമ്പിന് മുൻപ് വളരെ വൈകാരിക പ്രാധാന്യമുള്ള 2 ആഴ്ചകളാണ് വാങ്ങിപ്പോയ വൈദിക സമൂഹത്തെയും വിശ്വാസി സമൂഹത്തെയും സഭ അനുസ്മരിക്കുന്ന ആഴ്ചകൾ. നമ്മുടെ വാങ്ങിപ്പോയവർ സജീവരായി ദൈവത്തോടൊപ്പം പർദീസായിൽ കഴിയുന്നു എന്ന അവബോധം എത്ര വലിയ സന്തോഷവും പ്രത്യാശയുമാണ് നമുക്ക് നൽകുന്നത്. അവരുടെ സാന്നിധ്യം നാം നേരിട്ട് അനുഭവിക്കുകയാണ് ഈ ആഴ്ചകളിൽ. അതുകൊണ്ടാണ് ഈ ആഴ്ചകൾക്ക് വൈകാരിക പ്രാധാന്യമുണ്ട് എന്ന് നാം പറയുന്നത്. പിതാവേ, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ ഇവരെയും അയക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 18-ാം വാക്യം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് ലോകത്തിലേക്ക് അയക്കുന്നതിന് മുൻപ് അവരെ വിശുദ്ധീകരിക്കുവാനായി പിതാവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണിത്. ക്രിസ്തീയ പൗരോഹിത്യത്തിൻ്റെ അർത്ഥവും ദൗത്യവും വ്യാപ്തിയുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദവാക്യമാണിത്. യേശുക്രിസ്തുവിനെ പിതാവാം ദൈവം ലോകത്തിലേക്ക് അയച്ചപ്പോൾ നൽകിയ എല്ലാ ദൗത്യങ്ങളും അതുപോലെ തുടരുവാനാണ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതും പ്രത്യേക ദൗത്യങ്ങൾ നൽകി അവരെ അയച്ചതും. സുവിശേഷം പ്രസംഗിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക, ഭൂതങ്ങളെ പുറത്താക്കുക, സ്നാനം കഴിപ്പിക്കുക, പാപമോചനം നൽകുക, സകലജാതികളെയും ശിഷ്യരാക്കുക, വിശക്കുന്നവർക്ക് അപ്പം നൽകുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരെയും ശുശ്രൂഷിക്കുക, എല്ലാറ്റിലുപരി കർത്താവിൻ്റെ കാൽവറിയിലെ യാഗത്തിൻ്റെ തുടർച്ചയായ വിശുദ്ധ ബലി തൻ്റെ 2ാമത്തെ വരവ് വരെയും തുടരുക എന്നിവയായിരുന്നു കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ ദൗത്യങ്ങൾ. ആ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് സഭയിൽ പ്രത്യേക പൗരോഹിത്യ പദവി കർത്താവ് തന്നെ സ്ഥാപിച്ചത്. അതാണ് ഇന്നും സഭയിൽ തുടർന്ന് വരുന്നത്. ആദിമ സഭയിൽ അപ്പോസ്തലന്മാർ നേരിട്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധി ക്രിസ്തീയ പൗരോഹിത്യത്തിന് എതിരെ യഹൂദന്മാർ ഉയർത്തിയ ആധികാരികതയുടെ പ്രശ്നമായിരുന്നു. അതായത്, പഴയ നിയമത്തിൽ ലേവി ഗോത്രക്കാർക്കല്ലാതെ പൗരോഹിത്യ ധർമ്മം നിർവഹിക്കുവാൻ അവകാശമില്ലാതിരുന്നതിനാലും യേശുക്രിസ്തു ലേവി ഗോത്രക്കാരൻ അല്ലാതിരുന്നതിനാലും ക്രിസ്തീയ പൗരോഹിത്യം നിയമസാധുത ഇല്ലാത്തതും ദൈവിക നൽവരത്തിന് തുടർച്ചയില്ലാത്തതിനാൽ അംഗീകാരമില്ലാത്തതുമാണ് എന്നവർ ശക്തമായി വാദിക്കുകയും എതിർക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു. എന്നാൽ ഈ വാദഗതിയെ പൗലോസ് ശ്ലീഹ ശക്തമായി ഖണ്ഡിക്കുകയും എബ്രായ ലേഖനം 6-7 അധ്യായങ്ങളിൽ കാര്യകാരണ സഹിതം അതിനെ വിശദീകരിച്ച് പുച്ഛിച്ചു തള്ളുകയും ചെയ്തു. അതോടുകൂടിയാണ് ക്രിസ്തീയ പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനം ഉറപ്പിക്കപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലും സങ്കീർത്തനം 110-ാം അധ്യായത്തിലും കാണുന്ന മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള നിത്യ പൗരോഹിത്യമാണെന്നും യേശുക്രിസ്തുവിന് യഹൂദ പാരമ്പര്യപ്രകാരമുള്ള പൗരോഹിത്യം ആവശ്യമില്ല എന്നും അവൻ ദൈവപുത്രനാണെന്നും അടിവരയിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അപ്രകാരം നമ്മുടെ സഭയിൽ നിലനിൽക്കുന്ന പൗരോഹിത്യം യേശുക്രിസ്തുവിൻ്റെ നിത്യ പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ചയാണ്. പൗരോഹിത്യ നൽവരമുള്ള സമൂഹത്തെ നാം വിവിധ പേരുകളിലൂടെയാണല്ലോ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൈദികൻ, പുരോഹിതൻ, ഇടയൻ, ശുശ്രൂഷകൻ, അച്ഛൻ എന്നിങ്ങനെ വിവിധ പേരുകളിലൂടെ നാം അവരെ സംബോധന ചെയ്യുന്നല്ലോ. ഈ ഓരോ പേരിലും പൗരോഹിത്യ ധർമ്മത്തിൻ്റെ അർത്ഥങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്രകാരമുള്ള പേരുകളിൽ വളരെ അർത്ഥവത്തായ ഒരു പേരാണ് കത്തനാർ എന്നത്. ഈ പേരിനെക്കുറിച്ച് മാത്രം ചുരുക്കമായ ചില കാര്യങ്ങൾ ചിന്തിച്ച് ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കാം. ഈ വാക്കിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ആൾ അഥവാ പ്രതിനിധി എന്നാണ്. ഈ ലോകത്തിൽ കർത്താവിൻ്റെ പ്രതിനിധികൾ അഥവാ സ്ഥാനാപതികളാണ് പുരോഹിതന്മാർ. പൗലോസ് ശ്ലീഹ 2 കൊരിന്ത്യർ 5:20 ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവാൻ യേശുവിന് പകരം പറയുന്നു എന്ന് കൊരിന്ത്യരെ ഉപദേശിക്കുന്നു. ഇവിടെ സ്വയം സ്ഥാനാപതി എന്ന വാക്കാണ് പൗലോസ് ശ്ലീഹ തൻ്റെ പൗരോഹിത്യ സ്ഥാനത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. കത്തനാർ എന്ന വാക്കിൻ്റെ മറ്റൊരു രൂപമാണ് സ്ഥാനാപതി എന്നത്. ഒരു രാജ്യത്തിൻ്റെ സ്ഥാനാപതി മറ്റൊരു രാജ്യത്തായിരിക്കുമ്പോൾ താൻ പ്രതിനിധീകരിക്കുന്ന രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകളെയും നയതന്ത്ര സംവിധാനങ്ങളെയും ആ രാജ്യം ആദരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തി ജാഗ്രതയുള്ളവരായിരിക്കുന്നത് പോലെ ദൈവരാജ്യത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പ്രതിനിധികളായ പുരോഹിതർ ഈ ലോകത്തിൽ ദൈവരാജ്യ നിയമങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേരെ ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് കത്തനാർ എന്ന വിളിപ്പേരിൽ അടങ്ങിയിരിക്കുന്നത്. ആകയാൽ പുരോഹിത സമൂഹം തങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തുവിന് പകരവുമാണെന്നുള്ള ബോധ്യം എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച് നിലനിർത്തേണ്ടതാണ്. അതുപോലെ തന്നെ പുരോഹിതർ ക്രിസ്തുവിൻ്റെ പ്രതിനിധികളാണ് എന്ന ബോധത്തോടെ അവരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും വിശ്വാസി സമൂഹത്തിന് സാധിക്കുകയും വേണം. അപ്പോഴാണ് ഇതുപോലെയുള്ള ദിവസങ്ങളുടെ ആചരണം അർത്ഥമുള്ളതായി തീരുന്നത്. അപ്രകാരം ഈ കൊഹന ഞായറാഴ്ച അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ആചരിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.